ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ജാഅഹും മിനൽ അംബാഇ മാ ഫീഹി മുസ്ദജർ. സൂറത്തുൽ ഖമറിലെ ആയത്ത് 4. വലഖദ് തീർച്ചയായും ജാഅ വന്നിരിക്കുന്നു, ഹും അവർക്ക് വന്നു, മിനൽ അംബാഇ വൃത്താന്തങ്ങളിൽ നിന്ന്, മാ ഒന്ന്, ഫീഹി അതിലുണ്ട്, മുസ്ദജറുൻ വിട്ടുനിൽക്കൽ, അതായത് നിഷേധത്തിൽ നിന്ന് നിൽക്കത്തക്ക വൃത്താന്തങ്ങൾ തീർച്ചയായും അവർക്ക് വന്നിരിക്കുന്നു. അതായത് ഹിക്മത്തും ബാലിഗ, ഹിക്മത്തും ബാലിഗ ഫമാ തുഗ്നിൻ നുദുർ. അതായത് വിട്ടു നിൽക്കാൻ പറ്റുന്ന ആ ഒന്നെന്താ? ഹിക്മത്തും ബാലിഗ, പരിപൂർണമായ വിജ്ഞാനം. അതായത് ഖുർആൻ വന്നിട്ടുണ്ട് അല്ലേ, പരിപൂർണമായ തികഞ്ഞ വിജ്ഞാനം. ഫമാ തുഗ്നിൻ നുദുർ, എന്നിട്ടും ഫമാ തുഗ്നിൻ നുദുർ, ഫലം ചെയ്യുന്നില്ല, അന്നുദുറു ഫമാ തുഗ്നിൻ നുദുർ, എന്നിട്ടും താക്കീതുകൾ, അതായത് താക്കീതുകാർ, താക്കീത് നൽകുന്നവർ അവർക്ക് എന്ത് ചെയ്യുന്നു? ഉപകരിക്കുന്നില്ല. അതായത് എന്താ? കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് സത്യനിഷേധത്തിൽ നിന്ന് പിൻവാങ്ങുവാൻ മതിയായത്ര ചരിത്രപാഠങ്ങളും ഉപദേശങ്ങളും അവർക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഖുർആനാകട്ടെ അങ്ങേയറ്റം പരിപൂർണമായ തികഞ്ഞ വിജ്ഞാനവും അല്ലേ. എന്നാൽ ഇതെല്ലാം ഉണ്ടായിട്ടും അവർക്ക് താക്കീതുകൾ ഫലപ്പെടാതെയാണ് ഇരിക്കുന്നത്. അതായത് താക്കീത് നൽകുന്നവർ, നദീർ എന്ന് വെച്ചാൽ താക്കീത് നൽകുന്നവൻ, നുദുർ താക്കീത് നൽകുന്നവർ, ആ നിലക്കും അർത്ഥം പറയും. ഫതവല്ല അൻഹും യൗമ യദ്ഉ ദാഇ ഇലാ ശൈഇൻ നുകുർ. അതുകൊണ്ട് ഫതവല്ല അൻഹും, നബിയെ അങ്ങ് അവരെ തൊട്ട് തിരിഞ്ഞു കളയുക, അങ്ങ് അവരെ തൊട്ട് എന്ത് ചെയ്യുക? വിട്ടുമാറിക്കൊള്ളുക. യൗമ യദ്ഉ ദാഇ ഇലാ ശൈഇൻ നുകുർ. ഇനി പറയുന്നത് ശേഷമുള്ളതിലേക്ക് വരാം. യൗമ യദ്ഉ ദാഇ, വിളിക്കുന്നവൻ വിളിക്കുന്ന ദിവസം, വിളിക്കുന്ന ആള് വിളിക്കുന്ന ദിവസം, ഇലാ ശൈഇൻ നുകുർ, അനിഷ്ടകരമായ ഒരു കാര്യത്തിലേക്ക്, ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിലേക്ക് വിളിക്കുന്ന ആൾ വിളിക്കുന്ന ദിവസം. അതായത് ഇസ്രാഫിൽ രണ്ടാമതും സൂറിൽ ഊതുന്ന ദിവസം എന്നാണ് പറഞ്ഞത്. അതിന് ശേഷമുള്ളതുമായിട്ട് ബന്ധം വരാം. ഖുശ്അൻ അബ്സാറുഹും യഖ്റുജൂന മിനൽ അജ്ദാസി കഅന്നഹും ജറാദും മുൻതശിർ. ഖുശ്അൻ അബ്സാറുഹും, അവരുടെ കണ്ണുകൾ താഴ്ത്തിയതായ നിലയിൽ, യഖ്റുജൂന അവർ പുറപ്പെടും, മിനൽ അജ്ദാസി ഖബറുകളിൽ നിന്ന് അവർ പുറപ്പെടും, കഅന്നഹും ജറാദും മുൻതശിർ, ജറാദുകളെ പോലെ, വെട്ടുകിളികളെ പോലെ, മുൻതശിർ ചിന്നിപ്പരന്ന, അതായത് ചിന്നിച്ചിതറിയ വെട്ടുകിളികളെ പോലെ ഖബറുകളിൽ നിന്ന് പുറപ്പെടുന്ന ദിവസം അവർ തന്നെ കണ്ണുകളെ കണ്ണുകളെ ഖാശിയ, അതായത് ഖാശിയ എന്ന് വെച്ചാൽ എന്താണ്? താഴ്ത്തിയ നിലയിൽ, അതായത് വിനയപ്പെട്ടവരായ നിലയിൽ. അപ്പോൾ ഇങ്ങോട്ട് ബന്ധം, അവരെന്താ? പുറപ്പെടും. ഏത് ദിവസമാണ്? ഇസ്രാഫിൽ രണ്ടാമതും സൂറിൽ ഊതുന്ന ദിവസം. അപ്പോൾ യൗമ യദ്ഉ ദാഇ ഇലാ ശൈഇൻ നുകുർ എന്ന് പറഞ്ഞാൽ അത് ഇതുമായിട്ടാണ് ബന്ധം. യഖ്റുജൂന, അതിന് യഖ്റുജൂന അവർ പുറപ്പെടും, യൗമ യദ്ഉ ദാഇ ഇലാ ശൈഇൻ നുകുർ, വിളിക്കുന്ന ആൾ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിലേക്ക് വിളിക്കുന്ന ദിവസം. അതായത് ഇസ്രാഫിൽ രണ്ടാമതും സൂറിൽ ഊതുന്ന ദിവസം അവരിങ്ങനെയാണ് മാശറയിൽ ഹാജരാവുക.
പേടിച്ചിട്ട് വിനയപ്പെട്ടവരായ നിലയിലും ചിന്നിച്ചിതറിയ വെട്ടുകിളികളെപ്പോലെ അവർ പുറപ്പെടുന്നതാണ്. അതുപോലെ തന്നെ മുഹ്തിഈന ഇലദ്ദാഅ് യഖൂലുൽ കാഫിറൂന ഹാദാ യൗമുൻ അസീർ. മുഹ്തിഈന ഇലദ്ദാഇ, വിളിക്കുന്ന ആളിലേക്ക് അവർ എന്താണ്, കഴുത്ത് നീട്ടിയവരായിട്ടും അവർ പുറപ്പെടും അല്ലേ. മുഹ്തിഈൻ്റെ അർത്ഥം എന്താ? കഴുത്ത് നീട്ടി പെട്ടെന്ന് വരിക എന്നാ. ഇലദ്ദാഇൻ്റെ വിളിക്കുന്നവനിലേക്ക്. യഖൂലുൽ കാഫിറൂന ഹാദാ യൗമുൻ അസീർ. യഖൂലുൽ കാഫിറൂന, അവിശ്വാസികൾ പറയും. അവിശ്വാസികൾ ഹാദാ യൗമുൻ അസീർ, ഇതൊരു പ്രയാസകരമായ ദിവസമാണ്. ഹാദാ, ഇത് യൗമുൻ, ഒരു ദിവസമാണ്. അസീറൻ, ഞെരുക്കമുള്ള ദിവസം എന്നവർ പറയുകയും ചെയ്യും. അപ്പോൾ ഖിയാമത്ത് നാളിൽ എല്ലാവരെയും പുനർജനിപ്പിക്കുന്നതിനുള്ള വിളി അഥവാ രണ്ടാമത്തെ കാഹളമൂത്തുണ്ടാകുന്നു. ആ അവസരത്തിൽ എല്ലാവരും ആ വിളിയെ ലക്ഷ്യമാക്കി വളരെ വേഗം വമ്പിച്ച വെട്ടുകിളിക്കൂട്ടം കണക്കെ ഖബറുകളിൽ നിന്ന് വിചാരണ നിലത്തിലേക്ക് എഴുന്നേറ്റ് ചെല്ലും. ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടോ തത്വങ്ങൾ വിജ്ഞാനങ്ങൾ ലഭിച്ചിട്ടോ താക്കീതുകൾ കേട്ടിട്ടോ ഒന്നും തന്നെ നിഷേധത്തിൽ നിന്ന് പിന്മാറാത്ത ആ അവിശ്വാസികളെ ആ ദിവസത്തെക്കുറിച്ച് അള്ളാഹു ഗൗരവപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഇവരെ പോലെ നിഷേധത്തിൽ ചടിച്ചു നിന്ന, ഇനി പറയാൻ പോണ ആയത്തുകൾ അതെന്താണ്, ഇവരെ പോലെ നിഷേധത്തിൽ ചടിച്ചു നിന്ന മുൻ സമുദായങ്ങളുടെ അവസാനത്തെപ്പറ്റി തുടർന്നുള്ള വചനങ്ങളിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തത് ബാക്കി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.